കോഴിക്കോട് കോർപ്പറേഷനിലെ LDF മേയർ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV കുട്ടൻ കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് അവിടെ LDFൽ മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആലോചനകളെന്ന്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും LDFന്റെ മേയർ സ്ഥാനാർത്ഥിയെ ഇന്നറിയാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയുള്ളൂ? LDFന്റെ മേയർ സ്ഥാനാർത്ഥി ആരാണ് സംബന്ധിച്ചുള്ള തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. കാരണം 21-ന് സത്യപ്രതിജ്ഞ, അംഗങ്ങൾ സത്യപ്രതിജ്ഞയാണ്. അതിനുശേഷം മേയർ, ഡെപ്യൂട്ടി മേയർ, അതോടൊപ്പം തന്നെ നഗരസഭയിലെ ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അതിൻ്റെ ഉപാധ്യക്ഷന്മാരുടെയൊക്കെ സത്യപ്രതിജ്ഞ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ LDFും CPIM ഒക്കെ ആലോചിച്ചിരിക്കുന്നത്. CPIMന്റെ മേയറാണ് ഉണ്ടാവുക. ഇന്ന് രാവിലെ CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗമുണ്ട്. വൈകിട്ട് LDFന്റെ ജില്ലാ കമ്മിറ്റി യോഗമുണ്ട്. ഈ യോഗത്തിലൊക്കെ സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകും. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി ഉടൻ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. കാരണം അത് സംസ്ഥാനത്ത് കോഴിക്കോടാണ് LDFന് മെജോറിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മേയർ സ്ഥാനാർത്ഥി ഉടൻ തന്നെ LDF പ്രഖ്യാപിക്കും. സാധാരണയായി CPIMന്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി മുന്നോട്ട് പോകലാണ് പതിവ്. അതേ ഒരു പതിവ് തന്നെ കോഴിക്കോടും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ 35 വാർഡുകൾ നേടിയാണ് LDF അധികാരം നിലനിർത്തിയത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി, പക്ഷേ കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു കണക്കുകൾ കൂടി നോക്കുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ LDFന്റെ കേവല ഭൂരിപക്ഷം നഷ്ടമായത് വെറും 36 വോട്ടുകൾക്കാണ്. 47, അതായത് 50 വോട്ടുകൾക്ക് താഴെയാണ് LDFന് 5 വാർഡുകൾ LDFന്റെ കൈവിട്ടത്. എങ്കിലും 35 വാർഡുകൾ നേടി LDF അധികാരം നിലനിർത്തിയിരുന്നു. അത് വലിയ ആശ്വാസമായി. ഇവിടെ വെസ്റ്റ് ഹില്ല്, നദീനഗർ, സിവിൽ സ്റ്റേഷൻ, ബേപ്പൂർ വാർഡുകൾ LDFന് നഷ്ടമായത് 36 വോട്ടുകൾക്കാണ്. കേവലം 36 വോട്ടുകൾക്കാണ് ഇത്രയും വാർഡുകൾ നഷ്ടമായത്. 13 വോട്ടുകൾക്ക് നഷ്ടമായ വെള്ളിമാട് കുന്ന് കൂടി കൂട്ടിയിരുന്നെങ്കിൽ 5 വാർഡുകൾ LDFന് നഷ്ടമായത് 47 വോട്ടിനാണെന്ന് കാണാം. ഈ വാർഡുകൾ കൂടി ജയിച്ചിരുന്നെങ്കിൽ, അതായത് ചെറിയ വോട്ടുകൾക്ക് മാത്രമാണ് പിറകിൽ പോയിരിക്കുന്നത്. ഈ വാർഡുകൾ കൂടി ലഭിച്ചിരുന്നെങ്കിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എന്തായാലും എത്താമായിരുന്നു. പക്ഷേ ഏതായാലും കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ LDFന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഈ മേയർ, ഡെപ്യൂട്ടി മേയർ ആരാണെന്ന് സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകും. മനു.